സമ്പൂർണ്ണയിലുള്ള കുട്ടികളുടെ ഡീറ്റെയിൽസ് വെരിഫൈ ചെയ്യാനായിട്ട് കുട്ടികൾക്ക് നൽകാറുണ്ട്. പ്രത്യേകിച്ച് SLCയുമായിട്ട് ബന്ധപ്പെട്ട ആ വെരിഫിക്കേഷൻ നടക്കുമ്പോഴാണ് അവരുടെ പേരും കാര്യങ്ങളൊക്കെ റെഡിയാണോ എന്ന് നോക്കാൻ വേണ്ടി ഓരോരുത്തരുടെയും സമ്പൂർണ്ണയുടെ ഡീറ്റെയിൽസ് ഓരോ കുട്ടിക്കും നമ്മൾ നൽകാറുണ്ട്. അപ്പോൾ നമുക്ക് എടുക്കാവുന്ന റിപ്പോർട്ട്സിൽ സമ്പൂർണ്ണ എടുക്കാവുന്ന റിപ്പോർട്ട്സിൽ ഓരോ കുട്ടിക്കും നൽകുന്ന രീതിയിലേക്ക് അത് മാറ്റുന്നത് എങ്ങനെയാണെന്നാണ് ഇവിടെ നോക്കാൻ പോകുന്നത്. സാധാരണ നമ്മളെടുക്കുന്ന റിപ്പോർട്ട്സ് എടുക്കുകയാണ് ചെയ്യുന്നത്. റിപ്പോർട്ട്സിനകത്ത് 2 ടൈപ്പ് റിപ്പോർട്ട്സ് ഉണ്ട്. ഒന്ന് സ്റ്റാറ്റിക് റിപ്പോർട്ടും കസ്റ്റം റിപ്പോർട്ടും ഉണ്ട്. ഇവിടെ ഞാൻ കസ്റ്റം റിപ്പോർട്ടിൻ്റെ കാര്യമാണ് പറയുന്നത്. കസ്റ്റം റിപ്പോർട്ട് വെച്ചിട്ട് എങ്ങനെ ഒരു കസ്റ്റം റിപ്പോർട്ട് തയ്യാറാക്കാം എന്നുള്ളതിൻ്റെ ഒരു വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉൾപ്പെടുത്തിയേക്കാം. അത് നോക്കിയിട്ട് എങ്ങനെ കസ്റ്റം റിപ്പോർട്ട് തയ്യാറാക്കാം എന്ന് മനസ്സിലാക്കുക. അതിനകത്ത് ആ റിപ്പോർട്ടിനകത്ത് നമുക്ക് ആവശ്യമുള്ള ഏതൊക്കെ ഫീൽഡാണോ വെരിഫൈ ചെയ്യേണ്ടത് ആ ഫീൽഡുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്കൊരു കസ്റ്റം റിപ്പോർട്ട് തയ്യാറാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അത് റെഡിയാക്കുക. ഞാനിപ്പോൾ ഒരു ഡീറ്റെയിൽസ് അത് SLCയുമായിട്ട് ബന്ധപ്പെട്ടല്ല, വേറെ ഒരു തയ്യാറാക്കിയ ഒരു ഡീറ്റെയിൽസാണിത്. അതിനകത്ത് ഞാൻ ഈ ഒരു ഡീറ്റെയിൽസ് എടുക്കുന്നു, സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ്. ഇവിടെ നമുക്ക് ഓപ്ഷനുണ്ട്. ഇവിടെ എക്സ്പോർട്ട് CSV എന്നൊരു ഓപ്ഷനുണ്ട്. അത് വെച്ച് നമുക്ക് ഇതിനെ എക്സ്പോർട്ട് ചെയ്യാം. അപ്പോൾ അതൊരു സ്പ്രെഡ്ഷീറ്റ് ഫയലായിട്ട് തുറക്കും. ഇവിടെ ഞാൻ ഇത് ഗൂഗിൾ ക്രോം ആയാണ് താഴെ വരുന്നത്. മോസില്ല ഫയർഫോക്സ് ആണെങ്കിൽ മുകളിൽ ആയിരിക്കും അത് വരുന്നത്. അല്ലെങ്കിൽ ഡൗൺലോഡ്സിൽ പോയി നോക്കിയാലും മതി, അത് അവിടെ നിന്ന് കിട്ടും. ഇത് നമുക്ക് ഇവിടുന്ന് ഞാനിതൊന്ന് ഓപ്പൺ ചെയ്യുന്നു. പ്ലേസസ് ഡൗൺലോഡ്സിലും അത് കിട്ടും. പ്ലേസസ് ഡൗൺലോഡ്സ് എടുത്തു കഴിഞ്ഞാൽ ആ ഫയൽ അവിടെ കാണാൻ സാധിക്കും. അവിടെ നിന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്താലും മതി. ഇതാണ് ആ ഫയൽ. ഞാൻ അവിടെ നിന്ന് ഡയറക്റ്റ് ഓപ്പൺ ചെയ്തതേ ഉള്ളൂ. ഇവിടെ നമുക്ക് ചെയ്യേണ്ടത്, ഇതിനെ നമുക്ക് ഈ മേളത്തെ റോ ഒരു ഫസ്റ്റ് റോ ഉണ്ട്, അതിനെ ആദ്യം അങ്ങ് ഡിലീറ്റ് ചെയ്യാം. ഡിലീറ്റ് റോസ്. ഓക്കെ, ഇനിയും ഈ ഒരു ഫയലിനെ നമുക്ക് ഒന്ന് സേവ് ചെയ്ത്, ഇതിപ്പോൾ XLS എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈക്രോസോഫ്റ്റ് എക്സലിൻ്റെ ഫോർമാറ്റിലാണ് കിടക്കുന്നത്. നമുക്ക് ODSയിലേക്ക് മാറ്റാം. സേവ് ആസ് കൊടുത്തിട്ട് നമുക്കിതിനെ ഡൗൺലോഡ്സിൽ തന്നെ കൊടുത്താലും മതി. ഞാൻ ഓൾ ഫോർമാറ്റ് മാറ്റി ODS ഫോർമാറ്റ് ആക്കുന്നു, സ്പ്രെഡ്ഷീറ്റ്. അതിനുശേഷം സേവ് എന്ന് കൊടുക്കുന്നു. ഇവിടെ .XLS എന്നുണ്ടെങ്കിൽ അത് മാറ്റി .ODS എന്നുള്ള ആക്കണം. ഇപ്പോൾ ഇവിടെ അതിൻ്റെ ആവശ്യമില്ല, ഞാനിവിടെ സേവ് ചെയ്ത് ODS ആക്കുന്നു. അപ്പോൾ അത് ODS ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. ഇനി നമുക്ക് ചെയ്യേണ്ടത് LibreOffice റൈറ്റർ എടുക്കാം. റൈറ്റർ എടുത്തിട്ട് നമുക്ക് അതിൻ്റെ എന്തെങ്കിലും ഒരു ഹെഡിങ് ഒക്കെ കൊടുത്ത പേഴ്സണൽ ഡീറ്റെയിൽസ് എന്ന് ഞാനൊരു ഹെഡിങ് ഒക്കെ കൊടുത്തു. അത് കഴിഞ്ഞ് നമുക്ക് ടേബിളായിട്ട് ഇൻസേർട്ട് വേണം ചെയ്യാം. 2 കോളമുള്ള ടേബിൾ ഇൻസേർട്ട് ചെയ്യാം. ഇൻസേർട്ട് ടേബിളിനകത്തുനിന്നോ അല്ലെങ്കിൽ ഇവിടുന്നോ നമുക്ക് ഇൻസേർട്ട് ടേബിൾ കൊടുക്കാം. ഇവിടെ 2 കോളം, കുറച്ച് കോളം താഴോട്ട് പോകുന്നുണ്ട്. എത്ര ഫീൽഡ് വേണോ അത്രയും ഫീൽഡ് നമ്മൾ കോളം കൊടുക്കാം. ഇനി നമുക്ക് ഏതൊക്കെ ഫീൽഡാണോ നമുക്ക് വേണ്ടത്, ഇവിടെ നെയിം ആണെങ്കിൽ നെയിം എന്ന് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഈ സ്പ്രെഡ്ഷീറ്റിനകത്തുള്ള ഡേറ്റ നമുക്ക് നോക്കാം. അഡ്മിഷൻ നമ്പർ, ഫുൾ നെയിം, ജെൻഡർ, ഫാദർ, ഫുൾ നെയിം. ഓക്കെ, ഞാൻ 2-3 ചെയ്യുന്നുള്ളൂ. ആദ്യം അഡ്മിഷൻ നമ്പറാണ്. അപ്പോൾ അതുപോലെ തന്നെ ഏതൊക്കെ ഫീൽഡാണോ വേണ്ടത് അതെല്ലാം നമ്മൾ ഇവിടെ കൊടുക്കുക എന്നുള്ളത്. ഫുൾ നെയിം, ഓക്കെ, ഫാദേഴ്സ് നെയിം. ഓക്കെ, അപ്പോൾ എത്ര ഫീൽഡുണ്ടോ അത്രയും ഫീൽഡ് ഇവിടെ ഇൻസേർട്ട് ചെയ്യാന്നുള്ളൂ. ഇതൊക്കെ വേണമെങ്കിലൊന്ന് ഇവിടെ കുറച്ച് സ്ഥലം മതിയായിരിക്കും. റൈറ്റ് സൈഡിലെ കോളത്തിലായിരിക്കും കൂടുതൽ വേണ്ടത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ സൈസ് ഒന്ന് കുറയ്ക്കാം. ഇനി നമുക്കിവിടെ ചെയ്യേണ്ടത് മെയിൽ മെർജ് ആണ് ചെയ്യുന്നത്. മെയിൽ മെർജിൻ്റെ സങ്കേതമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് ഞാൻ ലെഫ്റ്റ് അലൈൻ ചെയ്തു. ഓക്കെ, മെയിൽ മെർജിന് ചെയ്യാനായിട്ട് ഇൻസേർട്ട് ഫീൽഡ്, മോർ ഫീൽഡ്സ് എടുക്കുക. മോർ ഫീൽഡ്സ് എടുത്തതിന് ശേഷം ഡേറ്റാബേസ് എടുക്കുന്നു. ഡേറ്റാബേസിനകത്തുനിന്ന് ഇവിടെ മെയിൽ മെർജ് ഫീൽഡ്സ് എന്നുള്ള എടുക്കുന്നു. അവിടെ നമ്മൾ ബ്രൗസ് എന്നുള്ള എടുക്കുന്നു. ബ്രൗസ് എടുത്തിട്ട് നമ്മൾ ആ നേരത്തെ സേവ് ചെയ്ത ഫീൽഡ് നമ്മൾ എടുക്കുന്നു. ആ ODS ഫയൽ എടുക്കുന്നു. സ്റ്റുഡൻസ് ഡീറ്റെയിൽസ്. ഓക്കെ, ഓപ്പൺ കൊടുക്കാം. അപ്പോൾ ഇത് അവിടെ ഒക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തുറന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ട്രയാങ്കിൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇപ്പോൾ ആ ഫീൽഡുകളെല്ലാം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് എവിടെയാണോ വേണ്ടത്, ഇപ്പം അഡ്മിഷൻ നമ്പറാണ് വേണ്ടത്. അഡ്മിഷൻ നമ്പർ അവിടെ വെച്ചിട്ട് ഇതിനെ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്താൽ അവിടേക്ക് വരും. അല്ലെങ്കിൽ ഇൻസേർട്ട് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇൻസേർട്ട് കൊടുത്താലും മതിയാവും. ഫുൾ നെയിമിൻ്റെ അവിടെ ഞാൻ ഫുൾ നെയിം എന്നുള്ളത് കൊടുക്കുന്നു. ഫാദർ നെയിമിൻ്റെ അവിടെ ഫാദർ നെയിമിൻ്റെ
അതെ, ഇപ്പം ഫീൽഡ് വേണ്ടാന്നുണ്ടെങ്കിൽ ജെൻഡർ എന്നുള്ള ഫീൽഡ് വേണ്ടാന്നുണ്ടെങ്കിൽ ആവശ്യമുള്ള ഫീൽഡ് മാത്രം ഇവിടെ ഇൻസേർട്ട് ചെയ്താൽ മതിയാവും. ഡേറ്റ് ഓഫ് ബർത്ത് വേണമെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് ടൈപ്പ് ചെയ്തതിന് ശേഷം അത് നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ ഡേറ്റ് ഓഫ് ബർത്ത് ഉള്ള ഫീൽഡ് ഇൻസേർട്ട് ചെയ്തു. അപ്പോൾ എത്ര ഫീൽഡ് വേണോ അത്ര ഇങ്ങനെ ആ ഫീൽഡുകളെല്ലാം നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നു. അതിനുശേഷം ക്ലോസ്, ഒറ്റ പേജിൽ തന്നെ നിർത്തണം, അത് ശ്രദ്ധിച്ചോണം. അത് കഴിഞ്ഞ് ക്ലോസ് ചെയ്യാം ഇത്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഫയൽ എടുക്കുക, നമ്മൾ പ്രിൻ്റ് എടുക്കുക. പ്രിൻ്റ് എടുത്തിട്ട് ഇത് ഈസ് കൊടുക്കുക. ഇവിടെ ഫയലായിട്ട് പ്രിൻ്റർ എന്നുള്ളത് മാറ്റിയിട്ട് ഫയൽ നോക്കുക. അതിനുശേഷം സേവ് ആസ് ഇൻഡിവിജ്വൽ ഡോക്യുമെൻറ്റ്സ് എന്നുള്ള സെലക്ട് ചെയ്ത്, സിംഗിൾ ഡോക്യുമെൻ്റ് അല്ല ഇൻഡിവിജ്വൽ ഡോക്യുമെൻറ്റ് സെലക്ട് ചെയ്യുന്നു. ഇനി അതിൻ്റെ ഏത് ഫോൾഡറിലേക്കാണ് ഇത് സേവ് ചെയ്യേണ്ടതെന്ന് സെർച്ച് ചെയ്യുന്നു. അപ്പോൾ നമുക്കൊരു പുതിയ ഫോൾഡർ വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം, അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി. അപ്പോൾ ആ ഫോൾഡറിലേക്ക് SSLC 2021 എന്നുള്ള ഫോൾഡറിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ SSLC 2021 എന്നുള്ള ആ ഫോൾഡറിലേക്കായിരിക്കും ഔട്ട്പുട്ട് വരുന്നത്. ഇനി ഫയലിലെ ഫോർമാറ്റ് നമുക്ക് മാറ്റാം. ഇവിടെ ഇപ്പോൾ ടെക്സ്റ്റ് ഡോക്യുമെൻ്റ് ആയിട്ട് തന്നെയാണ് ഇവിടെ സെലക്ട് ആയിരിക്കുന്നത്. നമ്മൾ ഔട്ട്പുട്ട് ടെക്സ്റ്റ് ഡോക്യുമെൻ്റ് ആയിട്ട് വരും. നമുക്കത് PDF ആക്കണമെങ്കിൽ ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ PDF എന്നുള്ളതുകൊണ്ട് അത് സെലക്ട് ചെയ്യുന്നു, ഓക്കെ പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ 11 ഡോക്യുമെൻ്റ് ഉണ്ട്, അതിനെ നമുക്ക് നോക്കാം. ഇനി ആ ഫോൾഡർ തുറന്നു നോക്കാം. പ്ലേസസിനകത്ത് ഡോക്യുമെൻറ്റ്സിനകത്ത് SSLC 2021 ഫോൾഡർ. അപ്പോൾ ഇത് ഓരോന്നും അങ്ങനെ വന്നിട്ടുണ്ട്, ഓരോ ഫയലായിട്ട് വന്നിട്ടുണ്ട്. ഈ രീതിയിൽ നമുക്ക് ആവശ്യമായ റിപ്പോർട്ടുകൾ മെയിൽ മെർജിൻ്റെ സഹായത്തോടെ ഇൻഡിവിജ്വലായിട്ട് തയ്യാറാക്കി കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, താങ്ക് യു.